ഫേസ്ബുക്കിൽ കത്തിക്കേറിയ വൈറൽ കോഫിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? കോഫി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന കോഫിയുടെ മണവും രുചിയുമുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കോഫി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ല കിഡിലൻ കോഫി റെഡിയാക്കി എടുക്കാൻ വേണ്ടി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ. ഞാനിവിടെ 1 ഗ്ലാസ് കോഫിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി 1 ഗ്ലാസ് പാൽ ആദ്യം എടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ ചായയേക്കാളും പാലിൻ്റെ അളവ് കുറച്ചധികം കോഫിയിൽ കൂടുതൽ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കോഫിയുടെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പാല് നമുക്ക് ചായപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം പാലെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ അതിൻ്റെ ഒരു അരക്കപ്പ്, ഏകദേശം ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാല് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റിച്ചെടുക്കുമ്പോൾ 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് വറ്റി ഏകദേശം ഒരു അര ഗ്ലാസോളം ഒക്കെ ആവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും തീ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിം, ലോയും അല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാല് ചെറിയൊരു രീതിയിൽ വറ്റിച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ ബ്രൂവിൻ്റെ 10 രൂപയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ സ്ഥിരമായി ഇങ്ങനെയാണ് വാങ്ങാറ്. കാരണം ജാറിലത് വാങ്ങി വെച്ച് കഴിഞ്ഞാലും പൈസ പോകുന്നതല്ലാതെ എനിക്കത് മുഴുവനായിട്ടും ഉപയോഗിച്ച് തീർക്കാൻ കഴിയാറില്ല. കാരണം എങ്ങനെയൊക്കെ സൂക്ഷിച്ചാലും പകുതി എത്തുമ്പോൾ കട്ട പിടിച്ചു പോവുകയോ അലിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 5 രൂപയുടെ പാക്കറ്റ് ആണെങ്കിൽ ഞാൻ ഒരു ഗ്ലാസ് കോഫി ഉണ്ടാക്കുമ്പോൾ മുഴുവനായിട്ടും യൂസ് ചെയ്യാറുണ്ട്. 10 രൂപയുടെ ആണെങ്കിൽ അത് 2 പ്രാവശ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ 10 രൂപ പാക്കറ്റിൻ്റെ പകുതി കോഫി പൗഡർ ഒരു ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കടുപ്പവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് കോഫിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഒരു ടീസ്പൂൺ പാല് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒരു വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ കോഫി ബ്ലെൻഡർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി അതായിരിക്കും. അതില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളൊരു 2 മുതൽ 3 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഫേസ്ബുക്കിൽ വൈറലായ ഈ കോഫി റെസിപ്പി ശരിക്കും ടേസ്റ്റ് ആണോ, ഇത് വെറുതെ ആണോ എന്നറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. പക്ഷേ റിസൾട്ട് അടിപൊളിയാണ്. കോഫി ഇഷ്ടപ്പെടുന്നവരും ദിവസവും കോഫി ഉണ്ടാക്കുന്നവരും ഒരു പ്രാവശ്യമെങ്കിലും ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പാല് അത്യാവശ്യം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കോഫി ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒന്ന് പൊക്കി ആദ്യം ഗ്ലാസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് പിന്നെ കുറച്ചൊന്ന് ബാക്കിലോട്ടാക്കി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിലൊന്ന് പതഞ്ഞ് കിട്ടും. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് കഫേ സ്റ്റൈൽ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണസ്റ്റ്ലി പറയുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കോഫി ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥിരം ഇതേ ഉണ്ടാക്കുള്ളൂ. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഡിഫറൻസും നല്ലൊരു ഫ്ലേവർ, കോഫിയുടെ ശരിക്കുള്ള ഒരു ഫ്ലേവർ ഇങ്ങനെ ചെയ്ത് കുടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഈ കോഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ക്രീമി ടെക്സ്ചറും റിച്ച് ലുക്കും തന്നെയാണ്. ആദ്യമായി കാണുമ്പോൾ തന്നെ ഒന്ന് കുടിച്ചു നോക്കണം എന്ന് തോന്നും. ഓരോ സിപ്പിലും കോഫിയുടെ നല്ല മധുരവും ഫ്ലേവറും ക്രീംനെസ്സും നല്ല ബാലൻസിലാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഈ കോഫി റെസിപ്പി ഇത്രയും പേർ ട്രൈ ചെയ്യുന്നത്. നിങ്ങൾ കോഫി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ റെസിപ്പി ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.